ഇനി തൊട്ട് നമ്മുടെ ചാനലിൽ റിവ്യൂസിൻ്റെ ലെങ്ത് നമ്മൾ മാക്സിമം കുറയ്ക്കാൻ പോവാണ് കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, സിനിമയെ പറ്റിയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളും സിനിമ കണ്ടതിന് ശേഷം എനിക്ക് എന്ത് തോന്നി എന്നുള്ളത് മാത്രമേ നമ്മളിനി സംസാരിക്കാൻ പോകുള്ളൂ. സോ മാക്സിമം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. തമിഴിൽ കണ്ടതുപോലെ തന്നെ ഉള്ളൊഴുക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ വന്നിരിക്കുന്നത്. സിനിമ എങ്ങനെയുണ്ടെന്ന് എന്നോട് ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കുറേ നല്ല പെർഫോമൻസുകളും ഒരു നല്ല സ്റ്റോറിയും എനിക്ക് കാണാൻ പറ്റിയെന്ന് ഞാൻ ഫസ്റ്റ് ഇംപ്രഷനായിട്ട് പറയും. പെർഫോമൻസ് ആണ് എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത്. പെർഫോമൻസ് ഗംഭീരം എന്ന് വെച്ചാൽ ഗംഭീരം. അതിൽ ഏറ്റവും സ്കോർ ചെയ്യുന്നത് ഉർവശി ചേച്ചി തന്നെയാണ്. അയ്യോ, അതൊരു കൺഫ്യൂസിങ് ക്യാരക്ടറാണ്. സ്വന്തം ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നു. ആ സിറ്റുവേഷനിൽ പുള്ളിക്കാരി എത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇമോഷണൽ ഒരു ഏരിയ പുള്ളിക്കാരിയുടെ ആണെന്ന് നമുക്കറിയാം. സുറേ പോട്ടറിലെ ഒരു അമ്മയുടെ ഒരു ക്യാരക്ടർ നമ്മൾ കണ്ടിരുന്നില്ലേ? ആ അമ്മേനൊക്കെ ആ ഒരു എന്തൊക്കെയോ റിസംബ്ലൻസ് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ഒരു ക്യാരക്ടർ. കുറച്ച് സങ്കടത്തിൽ ഇങ്ങനെ ആഴ്ന്ന് കുറേ ഇങ്ങനെ ജീവിക്കുന്ന ഒരു അമ്മയുടെ ഒരു ക്യാരക്ടർ. സ്റ്റെല്ലാർ പെർഫോമൻസ് എന്നൊക്കെ പറയത്തില്ലേ, അത്തരത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാം. എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല കൂടെ കട്ടയ്ക്ക് പാർവതി തിരുവോത്തും പിടിച്ചു നിൽക്കുന്നുണ്ട്, മാക്സിമം പിടിച്ചു നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരിയുടെ ഒരു ഏരിയ ഉണ്ടല്ലോ, ഒരു പെർട്ടിക്കുലർ റോൾസ് ഒക്കെ ചെയ്യാനായിട്ട് പുള്ളിക്കാരി പക്കയാണ്. എല്ലാ ഇമോഷൻ രംഗമാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രണയരംഗമാണെങ്കിലും ഇതെല്ലാം പുള്ളിക്കാരിയുടെ ഒരു സേഫ് സോൺ, ഒരു കംഫർട്ട് സോൺ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ അഴിഞ്ഞാടി പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരുമാണ് സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പെർഫോമൻസ് ചെയ്ത രണ്ട് വ്യക്തികൾ. പിന്നീട് കുറച്ച് സപ്പോർട്ടിങ് ആക്ടേഴ്സ് ഉണ്ട്. അലൻസിയറിയൻ ഉണ്ട്, രാജീവായിട്ട് വന്ന വേറൊരു ക്യാരക്ടറുണ്ട്, തോമസ് കുട്ടിയായിട്ട് വന്ന ക്യാരക്ടർ, അങ്ങനെ കുറേ പേരുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിനി സ്റ്റാൻഡ് കോൺടെസ്റ്റിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ച സ്റ്റോറി ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റോറി എന്താണെന്നറിയാനും എന്താണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് അറിയാനും ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു. പലയിടങ്ങളിലായിട്ട് പ്രെഡിക്റ്റബിൾ ആയിട്ട് തന്നെയാണ് ഇതിൻ്റെയും സ്റ്റോറി പോകുന്നത്. ഓരോ ഘട്ടത്തിലെത്തുമ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാകും. സിനിമ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴേക്കും അടുത്ത സംഭവം എന്താണ്, അല്ലെങ്കിൽ ഇതിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റും. പെർഫോമൻസ് ബേസ്ഡ് സ്റ്റോറീസ് ഒക്കെ ഇല്ലേ, ഒരാളെ പെർഫോമൻസ് ചെയ്യാനായിട്ട് അനുവദിക്കുന്ന തരത്തിലുള്ള സ്റ്റോറി, അത്തരമൊരു സ്ക്രീൻ പ്ലേ ആയിട്ടാണ് എനിക്ക് ഈ ഒരു മൂവിയുടെ ഫീൽ ചെയ്തത്. ഗംഭീരമായിട്ടുണ്ട്. നല്ല രീതിയിൽ കുത്തിയിരുന്ന് എഴുതിയൊരു ഫീൽ നമുക്ക് തോന്നും. പിന്നീട് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലൊരു മേക്കിംഗ് അത് പ്രശംസ കൊടുക്കുക വേണം. കാരണം ഒരു പ്രളയത്തിൻ്റെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ഷൂട്ട് ചെയ്യുക, അത്തരമൊരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഇമോഷൻസും അത് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഡിറക്ഷൻ വൈസ് ഉള്ള മേക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫ് വൈസ് ഉള്ള ഒരു മേക്കിംഗ് ആണെങ്കിലും ആ സിനിമ എന്ത് പറയാൻ ഉദ്ദേശിച്ചു, അവിടെ എന്തൊക്കെ ഹിഡനായിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെ നമുക്ക് ഹിഡനായിട്ട് മനസ്സിലാക്കാം, ഇതെല്ലാം സിനിമയിൽ ഉടനീളം എനിക്ക് കാണാൻ സാധിച്ചു. നമ്മൾ കുറേ മൈന്യൂട്ട് സാധനങ്ങളൊക്കെ ഇവിടെ നോട്ട് ചെയ്യും. ആ നോട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ പിന്നീട് അവിടെ ഇവിടെയായിട്ടൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നതായിട്ടും അതിൻ്റെ റീസൺ എന്തായിരുന്നു എന്നും ജസ്റ്റിഫൈ ചെയ്ത് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് പറയാനുള്ളത്, എല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ സുഷിൻ ശ്യാമിൻ്റെ കോമ്പോസിഷൻ ഇത്രയും നാളെ ചെയ്തു വന്നതിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ട് ഒരു ഡ്രാമയ്ക്ക് മ്യൂസിക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ പുറത്ത് അദ്ദേഹം ചെയ്തൊരു വർക്കാണ്. ആ സിറ്റുവേഷൻസിനെ കുറേയൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള മ്യൂസിക് സുഷിൻ ശ്യാം അവിടെ ഇവിടെയായി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കറക്റ്റ് വിസിബിളായിട്ട് കേൾക്കുവാൻ സാധിക്കും. നമ്മളെയൊക്കെ എവിടെയൊക്കെ ഇമോഷണലി കൊണ്ടുപോകാനായിട്ട് ആ ഒരു മ്യൂസിക്കിന് സാധിച്ചിട്ടുണ്ട്. പിന്നീട് വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. ഇതെല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല, അങ്ങനെ തന്നെ പറയാം, കപ്പ് ഓഫ് ടീ അല്ല. കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള, കുറച്ച് സ്റ്റോറി വൈസ്ഡ് ആയിട്ടുള്ള സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അല്ലാത്ത പക്ഷം ചിന്തിക്കുന്നവർക്ക് മേ ബി ഇത് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. നമ്മൾ ആ ജോണർ വെച്ച് ആ ഒരു മൂവി കാണുവാണെങ്കിൽ സാറ്റിസ്ഫൈഡ് എന്നല്ല, അതിനപ്പുറത്തേക്ക് ഈ ഒരു മൂവി ഡെലിവറി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാ തരത്തിലുമുള്ള ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് ചോദിച്ചാൽ മേ ബി ഇല്ലായിരിക്കാം. ഇത് അത്തരത്തിലുള്ളൊരു മൂവിയാണ്. ഇതെല്ലാവരുടെയും ഒരു ടേസ്റ്റിനൊത്ത് വരുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. കുറേ കൂടെ ഡ്രാമാറ്റിക് എക്സ്പീരിയൻസും കുറേ കൂടെയൊക്കെ സ്റ്റോറിയിലോട്ട് ഇവോൾവ് ചെയ്തു പോകുന്ന ആ ഒരു പ്രേക്ഷകർക്ക് സിനിമ ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും ഇതിൻ്റെ ഡയറക്ടർ ക്രിസ്റ്റോ ടോമി. അദ്ദേഹത്തിന് മുമ്പത്തെ കറിയാൻ സൈനൈഡ് എന്നുള്ളൊരു ഡോക്യുമെൻ്ററി കണ്ടാലേ അറിയാം എത്രത്തോളം എൻഗേജിങ് ആക്കിയിട്ടാണ് ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് എന്ന ആ ഒരു സംഭവത്തിനെയൊക്കെ വേറൊരു ലെവലിലോട്ട് എത്തിച്ച ഒരു ഡയറക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ് ഉണ്ട്. ആ ഫിലിം മേക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക്, ആ ഫിലിം മേക്കിംഗ് ഫോളോ ചെയ്യുന്നവർക്ക് ഈ ഒരു സിനിമയും ഒത്തിരി ഇഷ്ടപ്പെടും. പക്ഷേ ഇതെല്ലാം മാറ്റി വെച്ചാൽ തന്നെ നല്ലൊരു മൂവിയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു കൈൻഡ് ഓഫ് മൂവീസ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. സിനിമയെ പറ്റി ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുക. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അങ്ങനെ ചെയ്തിടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. Bye.